നമുക്ക് അറിയാം, ഏതൊരു നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈശ്വരപ്രാർത്ഥനയോടുകൂടി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ് മൗനം ആയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. So thank you everyone. Thank you very much. Myself Mohammad Siddiq, Oxy Nutraceutical Wellness Advisory Board member ആണ്. സോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെൽനസുമായി ബന്ധപ്പെട്ട മേഖലയിൽ തന്നെയാണ് കൂടുതൽ സമയം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമുക്കറിയാം, ഇന്ന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്, കാലഘട്ടത്തിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടെക്നോളജികളൊക്കെ വളർന്നു. ടെക്നോളജിയും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ വളർന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതിൽ ഈ മാറിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, കാരണം ഭക്ഷണത്തിലാണ് മാറ്റം കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ എല്ലാ സമയവും പറയുന്നത് പോലെ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിലൊക്കെ തന്നെ മായം കൂടുതലായിട്ട് കലരുന്നത് കൊണ്ടും പലതും പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും കളറിങ്സും അതുപോലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഒരുപാട് എല്ലാ പ്രോഡക്റ്റുകളിലും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക നമ്മളുടെ കുടലിനെ ആയിരിക്കും. അതായത് നമ്മുടെ ദഹന സംവിധാനങ്ങളെ ആയിരിക്കും ഏറ്റവും ആദ്യം ഇത് എഫക്ട് ചെയ്യുക. അപ്പൊ ഇന്ന് നോ യുവർ പ്രൊഡക്റ്റിൽ നമ്മൾ അറിയാൻ അതല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്ന ഉൽപ്പന്നം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. വളരെ അത്യാവശ്യമുള്ള ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഉൽപ്പന്നം, എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു സപ്ലിമെന്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നേരെ ഞാൻ സ്ലൈഡുകളിലൂടെ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും 100% നാച്ചുറലും 100% ഹെർബലും ഒരു തരത്തിലുള്ള കെമിക്കലുകളും അതിൽ ചേരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതും 0% കളറിങ്സ് അഡിക്റ്റീവ്സ് പോലുള്ള കാര്യങ്ങൾ 0% ആണ് പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രൂവൺ റിസൾട്ട് തരുന്നതും കോസ്റ്റ് എഫക്റ്റീവുമായ ഉൽപ്പന്നങ്ങളാണ്. താരതമ്യേന നമ്മുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാവുന്നതുമാണ്. ഇത് ഇൻവെന്റ് ചെയ്യുന്നതും ഇതിന് വേണ്ട റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡോക്ടർ സജീവ് കുമാറാണ്. അദ്ദേഹം ഇഗ്നോ മെഡിസിൻ PhD ഹോൾഡറാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ കൂടുതലായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ധാരാളം അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ നിലവിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അതിൽ നിന്നും ലഭ്യമാണ്. ഇപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കേട്ട് പരിചയമുള്ളത് ഫാർമസ്യൂട്ടിക്കൽ, നമ്മൾ നോർമലി മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങുന്ന മരുന്നുകളെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എന്നുള്ള ലേബലിൽ നമ്മൾ അറിയപ്പെടുന്നത്. നമുക്ക് കൂടുതൽ പരിചയമുള്ളതും അത് തന്നെയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ സിന്തറ്റിക് ആയിട്ട് അതല്ലെങ്കിൽ കെമിക്കൽ ഫോമിൽ കിട്ടുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന രൂപത്തിലേക്കുള്ള
കെമിക്കൽ ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതാണ്, അതിന് കിട്ടുന്ന ആശ്വാസമാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിനുകളുടെ സഹായം അങ്ങനെയാണ് നമ്മൾ തേടുന്നത്. എന്നാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണം, അതല്ലെങ്കിൽ ഫുഡ് ഈസ് ഈക്വൽ ടു മെഡിസിൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലാണ് വരുന്നത്. അതായത് നമ്മുടെ ഭക്ഷണം തന്നെ നമുക്ക് ഔഷധമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. അപ്പൊ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഔഷധ മൂല്യമുള്ള ഫുഡുകളെ, ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളെ, അപ്പൊ അതിന്റെ ഫോർമുലേഷൻ കാര്യങ്ങളൊക്കെ ആ രൂപത്തിലാണ് അതിന്റെ ലൈസൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് ഒത്തിരി കടമ്പകൾ ഉള്ളതാണ്. ഒരുപാട് കമ്പനികൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ മാർക്കറ്റിൽ നിലവിൽ അവൈലബിളും അല്ല. നമുക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ കമ്പനികൾ മാത്രമാണ് ഈ ഒരു സെഗ്മെന്റിലുള്ളത്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണെങ്കിലും കമ്പനിയുടെ ലൈസൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ലഭ്യവുമാണ്. ഈ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതും ഓക്സിജൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. കർണാടകയിൽ ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ എല്ലാവരിലേക്കും സൗഖ്യം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ വെൽനസ് ടു ഓൾ എന്ന ഒരു കോൺസെപ്റ്റ് ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു വലിയൊരു ഉദ്യമമാണ് ഓക്സിജൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓർഗനൈസേഷൻ എടുത്തിരിക്കുന്നത്. അതിന്ന് വളരെ ഭംഗിയായി കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഓൾ ഓവർ ഇന്ത്യ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിലവിൽ അയക്കപ്പെടുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. അതിന് വേണ്ട സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം. കമ്പനിയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതുമാണ്. അതിൽ തന്നെ QR കോഡുകൾ അവൈലബിൾ ആണ്. അത് സ്കാൻ ചെയ്ത് ഇതിന്റെ എല്ലാം ഒതന്റിസിറ്റി വിലയിരുത്തി മനസ്സിലാക്കാവുന്നതുമാണ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും ശുദ്ധമായ ഭക്ഷണ സാധനങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ലൈഫ് സ്റ്റൈലൊക്കെ മാറി നമുക്ക് ടെക്നോളജിയൊക്കെ കൂടുതൽ അധികരിച്ച സമയത്ത് സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിലെ ആ ഒരു നാച്ചുറാലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എപ്പോഴും, കാരണം ഇത് ആദ്യം ചെന്നുപെടുന്നത് അന്നനാളവും അതുമായി ബന്ധപ്പെട്ട ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണ്. ഇത് ഏറ്റവും ആദ്യമായി കുടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇത് ആദ്യമായി ചെന്നെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇന്ന് അസിഡിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുന്നതിനനുസരിച്ച് നമുക്ക് കുടലിന്റെ ആരോഗ്യം പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെടും. സ്വാഭാവികമായും നല്ല ഒരു കുടലിന്റെ ആവാസ വ്യവസ്ഥ നമുക്കില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിരോധ ശേഷി, കാരണം ഒരു 70% ഇമ്മ്യൂണിറ്റിയും നമ്മുടെ കുടലിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല പരിഹാരമാണ് ആയുർ GD മിക്സ് എന്ന ഉൽപ്പന്നം. അപ്പൊ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങൾ, അൾസർ സംബന്ധമായ പ്രശ്നങ്ങൾ, കുടൽപുണ്ണ് എന്ന് പറയും. അപ്പോ ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് ഫുഡ് അലർജിയുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കൃത്യമായ ദഹനം നടക്കുന്നില്ല, സ്വാഭാവികമായും നമുക്ക് രാവിലെ ടോയ്ലറ്റ് ചെയ്യുന്നതിലൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ, പലർക്കും ചില ഉൽപ്പന്നങ്ങൾ അവർക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, സ്കിന്നിന്റെ ടോണിൽ വരുന്ന മാറ്റങ്ങൾ, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കുടലുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ. അപ്പൊ കുടൽ നന്നായാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കൊരു 70% ഇമ്മ്യൂണിറ്റി അതിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അപ്പോ നല്ലൊരു ശതമാനം പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ വളരെ നല്ലതായിരിക്കും. അപ്പൊ അന്നനാളം മുതൽ നമ്മുടെ വേസ്റ്റ് പോകുന്ന ആ ഭാഗം വരെ വരുന്ന മുഴുവൻ ആ ഒരു വലിയ സിസ്റ്റത്തിന്റെ അകത്ത്, ആ ഒരു മൊത്തം സിസ്റ്റത്തിന്റെ അകത്ത് 100 ട്രില്യൺ ഗുഡ് ബാക്ടീരിയാസും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതും അതിന്റെ വേസ്റ്റ് പുറത്തു പോകുന്നതും. ഈ പുറത്തു പോകാത്ത വേസ്റ്റ് ആണെങ്കിൽ അത് കഴിക്കാൻ വേണ്ട ബാക്ടീരിയാസ് ഒക്കെ തന്നെ ആ ഒരു സിസ്റ്റത്തിലുണ്ട്. എന്നാൽ
ഇന്ന് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ അസിഡിക് ആയതുകൊണ്ടും അതിൽ ഒരുപാട് തരത്തിലുള്ള കെമിക്കലുകളോ പ്രിസർവേറ്റീവ്സോ ഒക്കെ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ നല്ല ബാക്ടീരിയകൾ കൂടി നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻ കൊണ്ടും അത് സംഭവിക്കാം. ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ ധാരാളം എടുക്കുന്നുണ്ടെങ്കിലും കുടലിനകത്തൊക്കെ ഉള്ള നല്ല ബാക്ടീരിയാസും മോശം ബാക്ടീരിയാസിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത് നല്ല ബാക്ടീരിയാസിനെ കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് തരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കൂടെ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാനുള്ള ഒരു അഡീഷണൽ മരുന്ന് കൂടെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ആ നല്ല ബാക്ടീരിയാസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും അതുപോലുള്ള കാര്യങ്ങളും ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ എനിവേ, ഈ ഒരു സംവിധാനം നല്ലതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങൾ വന്ന് നമുക്ക് അടിവയറിൽ വേദന ഉണ്ടാവാം, നീർക്കെട്ട് സംഭവിക്കാം, കൃത്യമായി ടോയ്ലറ്റിംഗ് നടക്കാതിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വളരെ ലൂസായിട്ടുള്ള മോഷൻ സംഭവിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, അതല്ലെങ്കിൽ കുളിച്ച് തേട്ടുക, നെഞ്ചെരിച്ചിൽ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബ്ലോട്ടിംഗ് ഫീലിംഗ്, മീൻസ് എപ്പോഴും വയറ് വളരെ സ്റ്റിഫായിട്ട് വീർത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് GD മിക്സ് എന്ന് പറയുന്നത്. ഈ ഉൽപ്പന്നം ഒരുപാട് ഗുണങ്ങൾ നമ്മളുടെ ഈ കുടലുമായി ബന്ധപ്പെട്ട് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് നല്ല ബാക്ടീരിയാസിനെ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലെ ന്യൂട്രീഷ്യൻസിനെ കുടലിന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിട്ട് വരും. ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ അലർജി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പാലും പാലുൽപ്പന്നങ്ങളൊക്കെ, ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഒക്കെ നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ അതിജീവിക്കാനും ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ്. ഇത് കൂടാതെ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുടല് നല്ലതല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്കിന്നിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. സ്കിൻ എന്താണ് കൂടുതൽ പ്രായമായി വരുന്ന അവസ്ഥകളൊക്കെ, എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം കുടലാണ്. അതുകൊണ്ടാണ് ആയുർവേദത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, കുടലൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ആദ്യം പറയും. അതല്ലെങ്കിൽ വയറ് ക്ലീൻ ആക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് പലപ്പോഴും ആയുർവേദത്തിൽ ആദ്യം തുടങ്ങി വെക്കുക. അപ്പൊ എന്നതുപോലെ നമുക്ക് അൾസർ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പൈൽസിന്റെ തുടക്കമാവാം, ഇന്റേണൽ ബ്ലീഡിങ്സ് ഉണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഉൽപ്പന്നമാണ് ആയുർ GD മിക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള അതിന്റെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ, സ്വാഭാവികമായും നമുക്ക് കൃത്യമായ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ നടക്കുന്നത് പോലെ തന്നെ നമുക്ക് വിശപ്പുണ്ടാകാനും ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കും. അപ്പൊ ഇത് ഏത് മെഡിക്കേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും, നിങ്ങൾ ഏത് തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ആയുർ GD മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കീ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാർട്ടിങ് ഫൈൽസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് വളരെ ബെനിഫിറ്റബിൾ ആണ്. ഹെഡ് ബേണിംഗ്, കുളിച്ചു തേട്ടുക, വൊമിറ്റിംഗ് ടെൻഡൻസി വരിക, ചില ഉൽപ്പന്നങ്ങളിൽ അലർജി ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. ഇനിയിപ്പോ നിങ്ങൾ കുറച്ചധികം ഭക്ഷണം കഴിച്ചു, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അബ്ഡോമിനിൽ പെയിൻ വരിക, അവിടെ നീർക്കെട്ട് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മുഴുവനും പരിഹരിക്കാൻ പറ്റുന്ന, നമുക്ക് കുറച്ചുകൂടെ നല്ല ഊർജം തരാൻ കഴിയും. കാരണം ഭക്ഷണം കഴിച്ചതിൽ നിന്നും അതിന്റെ പോഷകങ്ങളെ കുടലിന് വലിച്ചെടുക്കാൻ കൂടുതൽ സഹായകരമാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും നല്ല എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഉൽപ്പന്നത്തിന് സാധിക്കും. അതുപോലെ നമ്മളുടെ കുടലിന്റെ ആവാസ വ്യവസ്ഥയിൽ വരുന്ന ബാക്ടീരിയകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറെ നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് GD മിക്സ് എന്ന ഈ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. കാരണം എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഉൽപ്പന്നം വളരെ അത്യാവശ്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന അടിവയറ് വേദന, ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരിക,
നമ്മൾ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഒക്കെ ഇത് നല്ലതാണ്. ഇതിപ്പം റെഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഒരു ബോട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഹോം റെമഡി എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ ഇഞ്ചി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ, ജാതി ജാതിപത്രി എന്ന് പറയും. ജാതിക്ക കുരുവിന്റെ തോടിലുണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പൊതുവെ കാണാറുണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള ഹോം റെമഡീസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇതിന്റെ ഫൈനൽ ഞാൻ പറയാം. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്ക് ഹോം റെമഡീസിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ജിഞ്ചർ, ഇന്ത്യൻ ലോങ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, നൂട്ട്മഗ് എന്ന് പറയുന്നത് ജാതിക്കയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. അതുപോലെ റോക്ക് സാൾട്ട്. ഇത്തരം കാര്യങ്ങളുടെ ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ആ ഒരു GD മിക്സ് എന്ന് പറയുന്നത്. ഇത് ബെറ്റർ ഒരു ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൈൽസ് പോലുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലോ ഇപ്പൊ ബ്ലീഡിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, GD മിക്സും അതുപോലെ തന്നെ കരിഞ്ജീരകവും ഹീമോ പ്ലസും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് തരും. നമുക്കത് പ്രിവെൻഷൻ മീൻസ് ഇപ്പോ കുറെ കാലങ്ങളായി കോൺസ്റ്റിപ്പേഷൻ വെച്ച് തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ഈ പറഞ്ഞ ഒരു സ്റ്റേജിലോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടലിന്റെ അകത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ മുറിവുകൾ, അൾസർ പോലുള്ള വ്രണങ്ങൾ പോലുള്ള കാര്യങ്ങളായി മാറും. പിന്നീട് അത് ചിലപ്പോൾ അതിന്റെ അടുത്ത സ്റ്റേജുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് വരെയും അത് ലീഡ് ചെയ്യാം. അപ്പൊ അൾസറിനെ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GD മിക്സും നിങ്ങൾ ലിബ പിൽസും അതുപോലെ തന്നെ ഹീമിയോ പ്ലസും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GD മിക്സ് ഒരു ബേസ് ഉൽപ്പന്നമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ അതിനുവേണ്ടി എന്ത് മെഡിക്കേഷൻ ആണ് എടുക്കുന്നത് അത് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ അപ്പൊ ഏത് തരത്തിലുള്ള മെഡിക്കേഷൻ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഏത് തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്ക് അതെല്ലാം കൂടുതൽ ശരീരത്തിൽ ഫലം ചെയ്യാനായിട്ട് GD മിക്സ് അതിന്റെ ഒരു ബേസ് ആയി ഉപയോഗിക്കാവുന്നതാണ്. കാരണം കുടൽ നന്നായാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പെർഫെക്ഷൻ വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഊർജം തന്നെ വരും. കുടലിനെ പറയുന്നത് രണ്ടാം മസ്തിഷ്കം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബ്രെയിൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ബ്രെയിൻ എന്നാണ് കുടലിനെ അറിയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കുടലും അതുമായി ബന്ധപ്പെട്ട ആ ഒരു സിസ്റ്റം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആയുർവേദത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കുടലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലീൻ ചെയ്യാന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. ആദ്യം മരുന്നല്ല എടുക്കുക. സോ അപ്പോ അത്തരം അധികം ഗുണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ആ ഒരു GD മിക്സ്. ദെൻ ഇതിന്റെ കോമ്പിനേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഉൽപ്പന്നങ്ങളുടെ ഒപ്പവും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നോർമൽ യൂസേജ് ആണ്. ഏത് വ്യക്തികൾക്കും ഇത് എടുക്കാവുന്നതാണ്. ഇത് എടുക്കേണ്ട രീതി, ഇത് ഉപയോഗിക്കേണ്ട രീതി ഒരു 3 ഗ്രാമോ അതല്ലെങ്കിൽ 5 ഗ്രാമോ GD മിക്സ് പൗഡർ ഫോമിലാണുള്ളത്. ആ പൗഡർ ഒരു ഹാഫ് ഗ്ലാസ് ബട്ടർ മിൽക്ക്, അതായത് മോരും വെള്ളത്തിൽ ഉപയോഗിക്കുക. അത് ഭക്ഷണത്തിന് മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ലഞ്ചോ അതല്ലെങ്കിൽ മീലോ എന്താണോ അതിന് മുമ്പായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മൾ ബ്ലാക്ക് ടീയിലൊക്കെ വേണമെങ്കിൽ ഇതിന്റെ കുറച്ച് പൗഡർ ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. സോ ഇത് ജനറൽ ആയി നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ്. എപ്പോഴും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഏത് സമയത്തും വരാവുന്നതാണ്. കാരണം ഏറ്റവും ആദ്യം നമ്മുടെ കുടലിലേക്കാണ് എല്ലാ അഴുക്കുകളും ആദ്യമായി തന്നെ എത്തുന്നത്. എല്ലാ കെമിക്കലുകളും അവിടെ എത്തിയതിനു ശേഷമാണ് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമേജ് സംഭവിക്കുന്നത് മീൻസ് ഇപ്പൊ കുടലിന്റെ തന്നെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയും. ആ ബൗൾ മൂവ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് അതിന് പല പ്രോസസ്സുകളായി ഇതിങ്ങനെ വളഞ്ഞ് കിടക്കുന്ന അല്ലെ, കുടലിന്റെ ഒരു രൂപം നിങ്ങൾക്കറിയാം. അപ്പൊ അതിലൂടെ അത് സഞ്ചരിച്ച് ലാസ്റ്റ് അതിന്റെ വേസ്റ്റ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുടലിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. ആ മൂവ്മെന്റ് ബൗൾ മൂവ്മെന്റുകളൊക്കെ
അതല്ലെങ്കിൽ ഇറിറ്റബിൾ ബബിൾ സിൻഡ്രം എന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോകണം, അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഈ ടെൻഡൻസി ഉള്ള ആൾക്കാർ, പോയാൽ അത് തൃപ്തി വരാത്ത ആൾക്കാർ, അത്തരം ആളുകൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻസ് എല്ലാം ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണ്. കാരണം ഇതെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ഒരുപാട് നമ്മളെ ടൈം ഡിലേ ചെയ്യുന്ന, ചിലപ്പോൾ ഒരു എമർജൻസി ഒരു യാത്ര പോകാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊതുവെ അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഇത്തരം കാര്യങ്ങളാണ്. സോ നിങ്ങളൊരു ജി ഡി മിക്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം അത് വലിയൊരു പരിഹാരമാണ്. അപ്പൊ ജി ഡി മിക്സ് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകൾ എന്നുള്ള രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നമല്ല, ജനറൽ യൂസ് ആണ്. നിങ്ങളുടെ എല്ലാ ആ, കാര്യങ്ങൾക്കും അതൊരു ബേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥ, കുടലിന്റെ ആവാസ വ്യവസ്ഥ നന്നായിരുന്നാൽ അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും അത് എഫക്ട് ചെയ്യും. നമ്മുടെ എനർജീനെ എഫക്ട് ചെയ്യും. നമ്മൾ മറ്റ് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റീനെ അത് ഇമ്മ്യൂണിറ്റിയെ അത് സഹായിക്കും. അങ്ങനെ നമുക്ക് ആരോഗ്യകരമായിരിക്കാൻ എപ്പോഴും നല്ലൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ആവശ്യമാണ്, നല്ലൊരു കുടലിന്റെ ആവാസ വ്യവസ്ഥ ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഉൽപ്പന്നം ആ, എന്ത് ചെയ്യുക, വീട്ടിലൊരെണ്ണം വാങ്ങുക, നിങ്ങൾ ഉപയോഗിക്കുക. ഇത്തരം പ്രശ്നങ്ങൾ മുഴുവനും വീട്ടിൽ നിന്നും തുടച്ചു നീക്കുക. അപ്പൊ നല്ലൊരു ആരോഗ്യകരമായ കുടൽ നമുക്കുണ്ടാവട്ടെ. അതനുസരിച്ച് നമ്മുടെ മറ്റു അവയവങ്ങൾക്കെല്ലാം നല്ല എനർജി ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു ആരോഗ്യകരമായ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ, സെല്ലുകളുടെ ആരോഗ്യം, ബ്ലഡ് കറക്റ്റായിട്ട് സർക്കുലേഷൻ നടത്താൻ, ബ്ലഡിലേക്ക് അഴുക്കുകൾ കൂടുതൽ പോകാതിരിക്കാൻ ഒക്കെ ഈ ഒരു ഉൽപ്പന്നം നിങ്ങളെ സഹായിക്കും. അപ്പോ ഇന്ന് ജി ഡി മിക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.